സംഗീതം എന്ന് പറയുന്നത് വെറും പാട്ടുകൾ കൊണ്ട് മാത്രം പൂർണ്ണമാകുന്ന ഒന്നല്ല. സംഗീതം പൂർണ്ണമാകണമെങ്കിൽ അതിൽ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മ്യൂസിക്കും കൂടെ വേണം. അത്തരത്തിൽ ഏവർക്കും കേൾക്കാൻ എപ്പോഴും ഇമ്പമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് വയലിൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ വയലിൻ വായിച്ച് ഈ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെയും ഒപ്പം ഈ വയലിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? മോളുടെ പേരെന്താ? സിദ്ദിഖ. എവിടെ നിന്ന് വരുന്നു? ആറ്റിങ്ങൽ, ട്രിവാൻഡ്രം. ഏത് സ്കൂളിൻ്റെ പേരും കൂടെ പറയൂ. ശാരദ വിലാസ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? +2. +2. അപ്പോൾ സംസ്ഥാന കലോത്സവത്തിൻ്റെ അവസാനമാണ്, സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന വേദിയാണ് ഇപ്പോൾ ഈ പങ്കിടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ സംസ്ഥാന കലോത്സവം? ആദ്യമായിട്ടാണോ സംസ്ഥാനത്ത് വരുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൊല്ലത്ത് വെച്ചിട്ടുള്ള ഈ സംസ്ഥാന കലോത്സവം? അടിപൊളിയായിരുന്നു. കഴിഞ്ഞോട്ട് കോഴിക്കോടായിരുന്നല്ലോ, അപ്പോൾ ഈ കോഴിക്കോടിനെ അപേക്ഷിച്ച് കൊല്ലം എങ്ങനെയുണ്ട് കണ്ടിട്ട്? രണ്ടും ഏകദേശം സെയിം തന്നെ. എനിക്ക് എന്ന് പറഞ്ഞാൽ ലൈഫിൽ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇപ്പോൾ ഉള്ളത്. അവസാന വർഷമാണിത്. കാരണം ഇനി നമുക്ക് സ്കൂളിലൊരു കലോത്സവ വേദിയില്ല. സങ്കടം തന്നെയാണ്. ആ ഒരു നിമിഷത്തിൽ അവസാനം ഒരു ഡ്രീം എന്ന പോലെ സംസ്ഥാന കലോത്സവത്തിൽ അവസാന വർഷവും എത്തി നിൽക്കാൻ പറ്റിയ അതിനെക്കുറിച്ച്, ആ ഒരു അഭിമാന നിമിഷത്തെക്കുറിച്ച് എന്താ പറയുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഈ സ്റ്റേറ്റിൽ എത്തണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വയലിൻ പഠിച്ചു തുടങ്ങിയിട്ട് ഇപ്പം ഒരു 10 വർഷമാവും. അപ്പം അത്രയും നാൾ ഞാനൊരു 5ലോ 6ലോ എത്തിയപ്പോൾ തൊട്ടേ ഇതിനുള്ള ഒരു പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ 8ലെത്തിയപ്പോൾ എനിക്ക് സബ് ജില്ലയിൽ സെക്കൻഡ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ +1 എനിക്ക് എങ്ങനെയൊക്കെ ദൈവം സഹായിച്ച് കിട്ടി. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ +2ലും കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും ഈ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വയലിൻ ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾക്കൊന്ന് വായിച്ചേൽപ്പിക്കാവോ? ഏതൊരു സമയത്തും, അതായത് ഈ ചുരുങ്ങിയ കാലം കൊണ്ടേ മലയാളി മനസ്സുകളെ കീഴടക്കിയ നീല നിലവേ എന്നുള്ളൊരു പാട്ടാണ് നമുക്ക് വേണ്ടി വയലിനി വായിച്ചു കേൾപ്പിച്ചത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഏതൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന, ലയിച്ച് ചേരാൻ പറ്റുന്ന ഒരു ഈണം മാധുര്യമായിരുന്നു ആ വയലിനിലൂടെ നമ്മൾ കേട്ടത്. ഇനിയും ഇവിടെ നിന്നും വേദികൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സ്കൂൾ കലോത്സവം അവസാനിച്ചുവെങ്കിലും അവസരങ്ങൾ ഇനിയും മുൻപിലേക്ക് തുറക്കുന്നതേ ഉള്ളൂ. ദൈവം അതിനുള്ള വലിയൊരു അവസരം മോക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിട്ടുണ്ട്. അത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൊട്ടാരക്കര മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.